Module 4 Calculus of Residues. First we start with the definition. Zeros of analytic functions. Analytic functionൻ്റെ zeros അല്ലെങ്കിൽ പറയുന്ന വേറൊരു പേരാണ് റൂട്ട്സ്. സീറോസിന് പറയുന്ന വേറൊരു പേര്. എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ? എ സീറോ ഓഫ് an analytic function f of z is a value of z for which f of z equal to 0. f of z എന്ന അനാലിറ്റിക് ഫംഗ്ഷൻ്റെ സീറോ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സീറോ ആവുന്ന സെഡിൻ്റെ വാല്യൂസ്. സെഡിന് ഏതൊക്കെ വാല്യൂസ് കൊടുക്കുമ്പോൾ എഫ് ഓഫ് സെഡ് സീറോ ആവുന്നു അങ്ങനെയുള്ള വാല്യൂസിനെല്ലാം എഫ് ഓഫ് സെഡിൻ്റെ സീറോസ് എന്ന് പറയും. റൂട്ട്സിൻ്റെ അതേ കൺസെപ്റ്റ് തന്നെ, റൂട്ട്സ് തന്നെ. ദാറ്റ് ഈസ് ഇഫ് വി കൺസിഡർ എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് z ക്യൂബ് പ്ലസ് z സ്ക്വയർ എന്നാണ് എഫ് ഓഫ് സെഡ്. സപ്പോസ് ദാറ്റ് ദെൻ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സീറോ implies z cube plus z square equal to 0. That implies z square taken outside we get z square into z plus 1 equal to 0. That implies z square equal to 0 and z equal to minus 1. അതായത് z square 0 means z equal to 0 1. So f of 0 നമുക്ക് 0 എന്ന് കിട്ടും, f of minus 1 0 എന്ന് കിട്ടും. So 0 and z equal to 0 and minus 1 are the zeros of f of z equal to z cube plus z square എന്ന് പറയാൻ പറ്റും. Now we have another term, zero of order. ഒരു സീറോയുടെ ഓർഡർ എന്താണ് ഡിഫൈൻ ചെയ്യുന്നത്? If f of z not equal to 0 and there is a positive integer m such that fm of z not equal to 0 and each derivative of lower order vanishes at z0, then f is said to have a zero of order m at z0. That is, നമ്മളൊരു ഫംഗ്ഷൻ എടുക്കുമ്പോൾ എഫ് ഓഫ് സെഡ് സം പോയിന്റ് z0 എന്ന് എടുക്കാം. എഫ് ഓഫ് സെഡ് എന്ന ഫംഗ്ഷൻ ഉണ്ട്, എഫ് ഓഫ് z0 എന്ന പോയിന്റ് അതിൻ്റെ ഒരു സീറോ ആണ്. സോ എഫ് ഓഫ് z0 സീറോ ആയി. ദെൻ ഡെറിവേറ്റീവ് കണ്ടിട്ട് നമ്മൾ ആ പോയിന്റ് കൊടുത്തു, എഫ് ഓഫ് z0 സീറോ ആണ്. സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടു, അതിലും സീറോ ആണ്, എക്സെട്ര. mth ഡെറിവേറ്റീവ് m-1th ഡെറിവേറ്റീവ് കണ്ടു, അവിടെയും സീറോ ആണ്. ദെൻ mth ഡെറിവേറ്റീവ് കണ്ടു, അവിടെ നോൺ സീറോ ആണ്. അങ്ങനെയാണെങ്കിൽ m എന്ന് പറയുന്നത് z0 എന്ന സീറോയുടെ ഓർഡർ ആയിരിക്കും. ദാറ്റ് ഈസ് f ഹാസ് എ സീറോ ഓഫ് ഓർഡർ m അറ്റ് z0 എന്ന് പറയാം. അതായത് z0 എന്ന പോയിന്റിൽ എഫ് ഓഫ് സെഡിന് എം ഓർഡറുള്ള ഒരു സീറോ ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് ക്യൂബ് പ്ലസ് സെഡ് സ്ക്വയർ എന്ന് പറഞ്ഞു. സീറോയും മൈനസ് വണ്ണും അതിൻ്റെ സീറോസ് ആണെന്ന് പറഞ്ഞു. എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് ക്യൂബ് പ്ലസ് സെഡ് സ്ക്വയർ, സെഡ് ഈക്വൽ ടു സീറോ ആകുമ്പോഴും മൈനസ് വൺ ആകുമ്പോഴും അതിൻ്റെ സീറോസാണ്. ദെൻ എഫ് ഓഫ് സീറോ സീറോ ആണല്ലോ. എഫ് ഡാഷ് ഓഫ് സെഡ് എന്ത് വരും? 3z സ്ക്വയർ പ്ലസ് 2z എന്ന് വരും. എഫ് ഡാഷ് ഓഫ് സീറോയും എന്താണ്? സീറോ തന്നെയാണ്. എഫ് ഡബിൾ ഡാഷ് ഓഫ് സെഡ് കണ്ടാൽ 6z പ്ലസ് 2 എന്ന് വരും. എഫ് ഡബിൾ ഡാഷ് ഓഫ് സീറോ എന്ന് പറഞ്ഞാൽ 6 ആണ്. ദാറ്റ് ഈസ് നോൺ സീറോ. അതായത് സെക്കൻഡ് ഓർഡറിനാണ് നോൺ സീറോ കിട്ടിയത്. അതുവരെയുള്ള എല്ലാ ഓർഡർ ഡെറിവേറ്റീവ്സും വാനിഷ് ചെയ്യുന്നുണ്ട്. സോ എഫ് ഹാസ് ദ ഗിവൺ ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് ക്യൂബ് പ്ലസ് സെഡ് സ്ക്വയർ ഹാസ് a zero of order 2 at z equal to 0 എന്ന് പറയാം. ദാറ്റ് ഈസ് ഒരു ഫംഗ്ഷൻ്റെ വാല്യൂ സീറോ ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ്സ് ഒക്കെ സീറോ ആണ്. ഒരു പെർട്ടിക്കുലർ ഡെറിവേറ്റീവിന് നോൺ സീറോ ഒന്നും, അങ്ങനെ ആദ്യത്തെ നോൺ സീറോ ആകുന്ന, അതുവരെ എല്ലാം സീറോ ആണ്, ആദ്യത്തെ നോൺ സീറോ വാല്യൂ കിട്ടുന്ന ആ ഡെറിവേറ്റീവിൻ്റെ ഓർഡർ ഏതാണോ അതാണ് ആ സീറോയുടെ ഓർഡർ എന്ന് പറയുന്നത്. Now we have some questions to find the order of zeros. First function f of z equal to cos z ആണ് at z equal to pi by 2. We have f of pi by 2 എന്ന് പറഞ്ഞാൽ cos pi by 2 0 ആണ്. ഇനി f dash of z എന്ന് പറഞ്ഞാൽ cos zൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ z. Then f dash of pi by 2, that is minus sin pi by 2, that is minus 1, which is non-zero. So first derivative is non-zero ആയി. So z equal to pi by 2 is a zero of order 1 for
എഫ് ഓഫ് സെഡ് ഈക്വൽ ടു കോസ് സെഡ് എന്ന് പറയാം. നൗ അനദർ ക്വസ്റ്റ്യൻ, എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് ക്യൂബ് പ്ലസ് 2iz സ്ക്വയർ മൈനസ് സെഡ് അറ്റ് z ഈക്വൽ ടു 0 ആൻഡ് z ഈക്വൽ ടു മൈനസ് ഐ. രണ്ട് റൂട്ട്സ്, ഈ രണ്ട് റൂട്ടുകളുടെയും രണ്ട് സീറോസിൻ്റെയും ഓർഡർ കാണണം. എഫ് ഓഫ് 0 ആണ്. എഫ് ഡാഷ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ 3z സ്ക്വയർ പ്ലസ് 4iz മൈനസ് 1 എന്ന് കിട്ടും. ദെൻ എഫ് ഡാഷ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് ഓഫ് 0 ഈക്വൽ ടു മൈനസ് 1 എന്ന് കിട്ടും, വിച്ച് ഈസ് നോൺ സീറോ. സോ ഫസ്റ്റ് ഡെറിവേറ്റീവിന് തന്നെ നോൺ സീറോ കിട്ടി. സോ സെഡ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് 0 ഓഫ് ഓർഡർ 1 ആണ് എന്ന് പറയാൻ പറ്റും. ഈ ഫംഗ്ഷൻ്റെ 0 ഓഫ് ഓർഡർ 1 ആണ്, സെഡ് ഈക്വൽ ടു 0. ഇനി ഇതിൽ തന്നെ അടുത്ത പോയിൻ്റ് എഫ് ഓഫ് മൈനസ് ഐ ആണ്. എഫ് ഓഫ് മൈനസ് ഐ 0 ആണ്. എഫ് ഡാഷ് ഓഫ് മൈനസ് ഐ എന്ന് പറയുന്നത്, എഫ് ഡാഷ് നമ്മൾ കണ്ടിട്ടുണ്ട് 3z സ്ക്വയർ മൈനസ് 4iz മൈനസ് 1 ആണ്. സോ 3 ഇൻറ്റു മൈനസ് 1 പ്ലസ് 4 ഇൻറ്റു 1 ഇൻറ്റു 1 4 ഇൻറ്റു 1 മൈനസ് 1 ദാറ്റ്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇനി എഫ് ഡബിൾ ഡാഷ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ 6z പ്ലസ് 4i ആണ്. സോ എഫ് ഡബിൾ ഡാഷ് ഓഫ് മൈനസ് ഐ ഈക്വൽ ടു മൈനസ് 6i പ്ലസ് 4i ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് 2i വിച്ച് ഈസ് എ നോൺ സീറോ നമ്പർ. അതായത് സെക്കൻഡ് ഡെറിവേറ്റീവിനാണ് നോൺ സീറോ വന്നത്. ഫസ്റ്റ് ഡെറിവേറ്റീവും ഫംഗ്ഷൻ്റെ വാല്യൂവും 0 ആണ് അറ്റ് സെഡ് ഈക്വൽ ടു മൈനസ് ഐയിൽ. സോ സെക്കൻഡ് ഡെറിവേറ്റീവ് നോൺ സീറോ ആവുന്നു. ദാറ്റ് മീൻസ് സെഡ് ഈക്വൽ ടു മൈനസ് ഐ എന്നുള്ള 0 ഓഫ് ഓർഡർ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്, ഓർഡർ 2 ആണ് ഓഫ് ദി ഗിവൺ ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് ക്യൂബ് പ്ലസ് 2iz സ്ക്വയർ മൈനസ് സെഡ്. നൗ another example, third example, f of z equal to z into e raised to z minus 1 at the point z equal to 0. So clearly f of 0 ആണ്. f dash of z എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് z into e raised to z പ്ലസ് e raised to z മൈനസ് 1 എന്ന് കിട്ടും. f dash of 0 എന്ന് പറഞ്ഞാൽ that is 1 minus 1, 0 plus 1 minus 1 that is 0. Then f double dash of z വരുന്നത് ഇതിനെ ഒന്നുകൂടെ ഡെറിവേറ്റീവ് ചെയ്യണം. സോ z ഇൻറ്റു ഇ റേസ് ടു z പ്ലസ് ഇ റേസ് ടു z പ്ലസ് ഇ റേസ് ടു z. ദെൻ എഫ് ഡബിൾ ഡാഷ് ഓഫ് 0 എന്ന് പറയുന്നത് എഫ് ഡബിൾ ഡാഷ് ഓഫ് 0 ദാറ്റ് ഈസ് എഫ് ഡബിൾ ഡാഷ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ 0 പ്ലസ് ഇ റേസ് ടു 0 പ്ലസ് ഇ റേസ് ടു 0 ദാറ്റ് ഈസ് 1 പ്ലസ് 1 ദാറ്റ് ഈസ് 2 ആണ്, which is non-zero. So second derivative non-zero ആണ്. That means z equal to 0 is a 0 of order 2 for the function f of z equal to z into e raised to z minus 1 എന്ന് കിട്ടും. സോ അതാണ് ഒരു അനാലിറ്റിക് ഫംഗ്ഷൻ്റെ സീറോയെയും അതിൻ്റെ ഓർഡറിനെയും കുറിച്ച് പറയാനുള്ളത്. സീറോൻ്റെ ഡെഫിനിഷൻ എഫ് ഓഫ് സെഡ് 0 ആവുന്ന സെഡിൻ്റെ വാല്യൂസാണ് സീറോസ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെറിവേറ്റീവ് വാനിഷ് ചെയ്യാത്ത ഡെറിവേറ്റീവ് ഏത് ഓർഡറിനാണോ ഡെറിവേറ്റീവ് നോൺ സീറോ ആവുന്നത് അങ്ങനെയുള്ള ആദ്യത്തെ പോസിറ്റീവ് ഇൻറ്റിജറിനെയാണ് അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. നൗ നെക്സ്റ്റ് വി ഹാവ് എ തിയറം ദറ്റ് ഈസ് ഓർഡറുമായിട്ട് സീറോൻ്റെ ഓർഡറുമായി ബന്ധപ്പെട്ടുള്ള ഒരു തിയറാണ്, ഇമ്പോർട്ടൻറ്റ് തിയറം. എ ഫംഗ്ഷൻ എഫ് ദറ്റ് ഈസ് അനലറ്റിക് അറ്റ് എ പോയിൻറ്റ് z നോട്ട് has a 0 of order m at z naught if and only if there is a function g which is analytic and non-zero at z naught such that f of z equal to z minus z naught all raised to m into g of z. ഒരു നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷനാണ്. എഫ് ഓഫ് സെഡ് എന്നുള്ള അനാലിറ്റിക് ഫംഗ്ഷന് z നോട്ട് എന്ന പോയിന്റിൽ 0 ഓഫ് ഓർഡർ m ഉണ്ടെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എഫ് ഓഫ് സെഡിനെ നമുക്ക് z മൈനസ് z നോട്ട് ഓൾ റൈസ് ടു m ഇൻറ്റു ജി ഓഫ് സെഡ് എന്ന് എഴുതാൻ പറ്റും. ഇനി തിരിച്ച് എഫ് ഓഫ് സെഡിനെ നമുക്ക് z മൈനസ് z നോട്ട് ഇൻറ്റു ഓൾ റൈസ് ടു m
ഇവിടെ g of z അനാലിറ്റിക് ആവണം ആൻഡ് g of z നോട്ട് നോൺ സീറോ ആവണം. അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഇനി f of z ഈക്വൽ ടു z മൈനസ് z നോട്ട് ഓൾ റേസ് ടു m ഇൻറ്റു g of z വേർ g ഈസ് അനാലിറ്റിക് ആൻഡ് g of z നോട്ട് ഈക്വൽ ടു സീറോ ആണെങ്കിൽ z നോട്ട് എന്ന് പറയുന്നത് f of zൻ്റെ സീറോ ഓഫ് ഓർഡർ m ആയിരിക്കും. അതായത് രണ്ട് കണ്ടീഷൻസും നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് വി സപ്പോസ് ദാറ്റ് f of z അനാലിറ്റിക് ആണ്. f of z ഈസ് അനാലിറ്റിക് ആൻഡ് ഹാസ് എ സീറോ ഓഫ് ഓർഡർ m അറ്റ് z നോട്ട്. അതായത് f of z നോട്ട് സീറോ ആണ് എന്ന് പറഞ്ഞാൽ f of z നോട്ട് ഈസ് എ സീറോ ഓഫ് ഓർഡർ m എന്ന് പറയാം. സീറോ ഓഫ് ഓർഡർ m ആണ്. ഈ രണ്ട് കാര്യങ്ങൾ സപ്പോസ് ചെയ്തു. ഇനി നമുക്ക് f of zനും z മൈനസ് z നോട്ട് ഇൻറ്റു ഓൾ റേസ് ടു m ഇൻറ്റു g of z എന്നുള്ള രീതിയിൽ f of zനെ എഴുതാൻ പറ്റുമെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ f of z നോട്ടിൽ അനാലിറ്റിക് ആണ്. അനാലിറ്റിക് അറ്റ് z നോട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് z നോട്ടിൻ്റെ ഒരു ചെറിയ നൈബർഹുഡ് കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് ദാറ്റ് മോഡ് z മൈനസ് z നോട്ട് ലെസ് ദാൻ സം r നോട്ട് എന്നെടുക്കാം. ഇവിടെ എന്തായിരിക്കും f of z ഈ നൈബർഹുഡിൽ അനാലിറ്റിക് ആയിരിക്കും. അപ്പോൾ അനാലിറ്റിക് ആണെങ്കിൽ ഒരു നൈബർഹുഡിന് അനാലിറ്റിക് ആണെങ്കിൽ നമുക്കവിടെ എന്തെഴുതാം? ടൈലർ സീരീസ് എഴുതാം. ആ നൈബർഹുഡിലെ ഏത് പോയിന്റിൽ നമുക്ക് ടൈലർ സീരീസ് എഴുതാം. സോ എഫ് ഓഫ് സെഡിൻ്റെ ടൈലർ സീരീസ് ബൈ ഡെഫിനിഷൻ എഫ് ഓഫ് സെഡ് നോട്ട് പ്ലസ് എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ട് ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു സെഡ് മൈനസ് സെഡ് നോട്ട് പ്ലസ് എഫ് ഡബിൾ ഡാഷ് ഓഫ് സെഡ് നോട്ട് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു സെഡ് മൈനസ് സെഡ് നോട്ട് ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര. ഇങ്ങനെ ഒരു ടൈലർ സീരീസ് എഴുതാൻ പറ്റും. ഇനി എഫ് ഓഫ് സെഡിന് സീറോ ഓഫ് ഓർഡർ എം ഉണ്ട് എന്ന് നമ്മൾ അസ്യൂം ചെയ്തിരുന്നു. സോ ബൈ ഡെഫിനിഷൻ സീറോ ഓഫ് ഓർഡർ എം ഉണ്ടെങ്കിൽ എഫ് ഓഫ് സെഡ് നോട്ട് സീറോ ആയിരിക്കും, എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ട് സീറോ ആയിരിക്കും, എക്സെട്ര ഏതുവരെ സീറോ ആയിരിക്കും? എഫ് എം മൈനസ് 1 ഓഫ് സെഡ് നോട്ട് വരെ സീറോ ആയിരിക്കും, എഫ് എം ഓഫ് സെഡ് നോട്ട് നോൺ സീറോ ആയിരിക്കും. സോ ഇതിൽ ഈ ടേമിൽ എഫ് എം മൈനസ് 1 വരെയുള്ളത് സീറോ ആയിട്ട് പോകും. അപ്പോൾ എഫ് ഓഫ് സെഡിൻ്റെ ഇക്വേഷൻ എങ്ങനെ കിട്ടും? എഫ് എം മൈനസ് 1 വരെയുള്ളത് സീറോ ആണ്. ഇനി എഫ് എം മുതലുള്ള അങ്ങോട്ടുള്ള ടേം ഉണ്ടാവും. സോ എഫ് എം ഓഫ് സെഡ് നോട്ട് ഡിവൈഡ് ബൈ എം ഫാക്ടോറിയൽ ഇൻറ്റു സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റേസ് ടു എം പ്ലസ് അടുത്ത ടേം എഫ് എം പ്ലസ് 1 ഓഫ് സെഡ് നോട്ട് ഡിവൈഡ് ബൈ എം പ്ലസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റേസ് ടു എം പ്ലസ് 1 എക്സെട്ര. സോ ഇതിലെല്ലാം കോമൺ ആയിട്ടുള്ള ടേമാണ് സെഡ് മൈനസ് സെഡ് നോട്ട് ഹോൾ റേസ് ടു എം. ടേക്കൺ ഔട്ട് സൈഡ് വി ഗെറ്റ് എഫ് എം ഓഫ് സെഡ് നോട്ട് ഡിവൈഡ് ബൈ എം ഫാക്ടോറിയൽ പ്ലസ് എഫ് എം പ്ലസ് 1 ഓഫ് സെഡ് നോട്ട് ഡിവൈഡ് ബൈ എം പ്ലസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു സെഡ് മൈനസ് സെഡ് നോട്ട് പ്ലസ് എക്സെട്ര. അപ്പോൾ ഈ ബ്രാക്കറ്റിലുള്ള ഈ ഫംഗ്ഷന് അതൊരു ടൈലർ സീരീസിൻ്റെ ബാക്കിയുള്ള ഫംഗ്ഷനാണ്. സോ അത് അനാലിറ്റിക് ആയിരിക്കും. അതിനെ നമ്മൾ ജി ഓഫ് സെഡ് എന്ന് വിളിക്കാം. സെഡ് മൈനസ് സെഡ് നോട്ട് ഹോൾ റേസ് ടു എം ഇൻറ്റു ജി ഓഫ് സെഡ്. വേർ ജി ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ ഈ ബ്രാക്കറ്റിലുള്ള സെഡ് മൈനസ് സെഡ് നോട്ട് ഹോൾ റേസ് ടു എം ഔട്ട് സൈഡ് എടുത്തിട്ട് ബാക്കിയുള്ള ബ്രാക്കറ്റിലുള്ള ടേം എഫ് എം ഓഫ് സെഡ് നോട്ട് ഡിവൈഡ് ബൈ എം ഫാക്ടോറിയൽ ഇൻറ്റു സെഡ് മൈനസ് അവിടെ സെഡ് മൈനസ് സെഡ് നോട്ടില്ല, ഫസ്റ്റ് ടേം പ്ലസ് എഫ് എം പ്ലസ് 1 ഓഫ് സെഡ് നോട്ട് ഡിവൈഡ് ബൈ എം പ്ലസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു സെഡ് മൈനസ് സെഡ് നോട്ട് പ്ലസ് എക്സെട്ര. ഇതാണ് ജി ഓഫ് സെഡ്. സോ എഫ് ഓഫ് സെഡിന് നമുക്ക് സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റേസ് ടു എം ഇൻറ്റു ജി ഓഫ് സെഡ് എന്ന് എഴുതാം. ബൈ ഡെഫിനേഷൻ ഫ്രം അല്ലെങ്കിൽ ബൈ ടൈലർ സീരീസ് ജി ഓഫ് സെഡ് അനാലിറ്റിക് ആണ്. ഇനി ഒരു കാര്യങ്ങൾ കൂടി നമുക്ക് പ്രൂവ് ചെയ്യണം. ജി ഓഫ് സെഡ് നോട്ട് നോൺ സീറോ ആണ് എന്നുകൂടെ പ്രൂവ് ചെയ്യണം. സോ ജി ഓഫ് സെഡ് നോട്ട് എന്ത് കിട്ടും? ഇവിടെ സെഡിൻ്റെ സ്ഥാനത്ത് സെഡ് നോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ ടേമിലും സെഡ് മൈനസ് സെഡ് നോട്ട് ഹോൾ സ്ക്വയർ എന്നുള്ള ടേം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ സീറോ ആയിട്ട് പോകും. സെഡിന് സെഡ് നോട്ട് കൊടുക്കുമ്പോൾ സെഡ് നോട്ട് മൈനസ് സെഡ് നോട്ട് എന്നുള്ള ടേം വരും എല്ലാത്തിലും. ഫസ്റ്റ് ടേം മാത്രം ഉണ്ടാവും എഫ് എം ഓഫ് സെഡ് നോട്ട് ബൈ എം ഫാക്ടോറിയൽ. ഇതിൽ എഫ് എം ഓഫ് സെഡ് നോട്ട് നോൺ സീറോ ആണ്. കാരണം എന്താ? സീറോ ഓഫ് ഓർഡർ എം ആണ്. എം ഫാക്ടോറിയൽ നോൺ സീറോ ആണ്. സോ ജി ഓഫ് സെഡ് നോട്ട് ഈസ് നോൺ സീറോ എന്ന് കിട്ടും. അപ്പോൾ ഒരു ഭാഗം നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി കോൺവേഴ്സ്ലി സപ്പോസ് ദാറ്റ് ദർ എക്സിസ്റ്റ് എ ഫംഗ്ഷൻ
G which is analytic. G analytic ആണ് ആൻഡ് നോൺ സീറോ അറ്റ് സെഡ് നോട്ട്, അതായത് ജി ഓഫ് സെഡ് നോട്ട് നോൺ സീറോ ആണ്, സച്ച് ദാറ്റ് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റേസ് ടു എം ഇൻറ്റു ജി ഓഫ് സെഡ്. ഇങ്ങനെ എഴുതാൻ കഴിയുന്ന ഒരു ജി ഓഫ് സെഡ് ഉണ്ട് എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എഫ് ഓഫ് സെഡിന് സീറോ ഓഫ് ഓർഡർ എം ഉണ്ട് അറ്റ് സെഡ് നോട്ടിൽ എന്നാണ്. സോ ജി ഓഫ് സെഡ് അനാലിറ്റിക് ആണ്, നമ്മുടെ സപ്പോസിഷനാണ്. അറ്റ് സെഡ് നോട്ട് എന്നുള്ള പോയിന്റിൽ അനാലിറ്റിക് ആണ്. അതുകൊണ്ട് തന്നെ ജി ഓഫ് സെഡിന് സെഡ് നോട്ട് സെൻറ്ററായിട്ട് നമുക്കൊരു ടൈലർ സീരീസ് എഴുതാം ഇൻ സം നൈബർഹുഡ് ഓഫ് സെഡ് നോട്ട്. അപ്പോൾ ജി ഓഫ് സെഡിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, ജി ഓഫ് സെഡ് ഈക്വൽ ടു ഫസ്റ്റ് ടേം ജി ഓഫ് സെഡ് നോട്ട് പ്ലസ് ജി ഡാഷ് ഓഫ് സെഡ് നോട്ട് ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് പ്ലസ് എൻ്റെ മുന്നേ സെഡ് മൈനസ് സെഡ് നോട്ട് എന്നുള്ള ടേം ഉണ്ടാവും, പ്ലസ് ജി ഡബിൾ ഡാഷ് ഓഫ് സെഡ് നോട്ട് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു സെഡ് മൈനസ് സെഡ് നോട്ട് ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര. സോ എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് ടേം. ജി ഓഫ് സെഡിനെ സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റേസ് ടു എം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ രണ്ട് സൈഡിലും നമ്മൾ സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റേസ് ടു എം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ അത് എഫ് ഓഫ് സെഡ് ആയി മാറും, സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റേസ് ടു എം ഇൻറ്റു ജി ഓഫ് സെഡ് നോട്ട് പ്ലസ് ജി ഡാഷ് ഓഫ് സെഡ് നോട്ട് ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു സെഡ് മൈനസ് സെഡ് നോട്ട് പ്ലസ് ജി ഡബിൾ ഡാഷ് ഓഫ് സെഡ് നോട്ട് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു സെഡ് മൈനസ് സെഡ് നോട്ട് ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര. ഓക്കെ, നൗ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് മൈനസ് സെഡ് നോട്ട് ഹോൾ റേസ് ടു എമ്മിനെ ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? മൾട്ടിപ്ലൈ ചെയ്താൽ ജി ഓഫ് സെഡ് നോട്ട് ഇൻറ്റു സെഡ് മൈനസ് സെഡ് നോട്ട് ഹോൾ റേസ് ടു എം പ്ലസ് ജി ഡാഷ് ഓഫ് സെഡ് നോട്ട് ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു സെഡ് മൈനസ് സെഡ് നോട്ട് ഹോൾ റേസ് ടു എം പ്ലസ് 1. അടുത്ത ടേം ജി ഡബിൾ ഡാഷ് ഓഫ് സെഡ് നോട്ട് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു സെഡ് മൈനസ് സെഡ് നോട്ട് ഹോൾ റേസ് ടു എം പ്ലസ് 2 എക്സെട്ര. സോ എഫ് ഓഫ് സെഡിന് ഇങ്ങനെ ഒരു എക്സ്പാൻഷൻ കിട്ടും. നമുക്കറിയാം ടൈലർ സീരീസ് എക്സ്പാൻഷൻ ഓഫ് എനി ഫംഗ്ഷൻ ഈസ് യൂണീക്ക്. ഏതൊരു ഫംഗ്ഷനും ടൈലർ സീരീസ് ഒരു നെയ്ബർഹുഡിൽ യുണീക്കായിരിക്കും. അപ്പോൾ എഫ് ഓഫ് സെഡിന് ഇവിടെ ഒരു സീരീസ് ഫോമിലുള്ള സെഡ് മൈനസ് സെഡ് നോട്ടിൻ്റെ പവേഴ്സിലുള്ള ഒരു സീരീസ് എക്സ്പാൻഷൻ കിട്ടിയിട്ടുണ്ട്. സോ ഇതെന്തായിരിക്കും? ബൈ യുണീക്ക്നെസ് ഓഫ് ടൈലർ സീരീസ് ഇറ്റ് ഈസ് ദി ടൈലർ സീരീസ് ഓഫ് എഫ് ഓഫ് സെഡ്. എഫ് ഓഫ് സെഡിൻ്റെ ടൈലർ സീരീസാണ് ഇത് എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ എം മുതലുള്ള ടേമേ ഉള്ളൂ, എം പ്ലസ് 1 എക്സെട്ര. ഇനി നമുക്കിതിൽ എഫ് ഓഫ് സെഡ് നോട്ട് കണ്ടാൽ എന്ത് കിട്ടും? എഫ് ഓഫ് സെഡ് നോട്ട് എന്ന് പറഞ്ഞാൽ ഈ സെഡിൻ്റെ സ്ഥാനത്തൊക്കെ സെഡ് നോട്ട് വരും. സെഡ് നോട്ട് മൈനസ് സെഡ് നോട്ട്, ഇവിടെയും സെഡ് നോട്ട് മൈനസ് സെഡ് നോട്ട് വരും. സോ എഫ് ഓഫ് സെഡ് നോട്ട് 0 എന്ന് കിട്ടും. എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ട് എന്ത് കിട്ടും? ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടാൽ ഇതിൽ ഓരോ ടേമിലും വീണ്ടും, കാരണം ഇത് എം ഡിഗ്രി മിനിമം എം പവർ വരുന്ന ഒരു സീരീസാണ് ഈ എഫ് ഓഫ് സെഡ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, എഫ് ഓഫ് സെഡിൻ്റെ റൈറ്റ് സൈഡ്. സോ എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ട് 0 ആയിരിക്കും, അതുപോലെ എഫ് ഡബിൾ ഡാഷ് ഓഫ് സെഡ് നോട്ട് 0 ആയിരിക്കും, എക്സെട്ര. എഫ് എം മൈനസ് 1th ഡെറിവേറ്റീവ്, എം മൈനസ് 1th ഡെറിവേറ്റീവ് കാണുന്നവരെ ഇത് 0 ആയിട്ട് പോകും, 0. എഫ് എം ഓഫ് സെഡ് നോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ ഇത് എഫ് ഓഫ് സെഡിൻ്റെ ടൈലർ സീരീസ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എഫ് എം ഓഫ് സെഡ് നോട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടൈലർ സീരീസിൽ എഫ് എം ഓഫ് സെഡ് നോട്ട് എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും? ഇറ്റ് ഈസ് ദി എഫ് എം ഓഫ് സെഡ് നോട്ട് ഈക്വൽ ടു കോഎഫിഷ്യൻ്റ് ഓഫ് സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റേസ് ടു എം ബൈ എം ഫാക്ടോറിയലിൻ്റെ കോഎഫിഷ്യൻ്റ് അങ്ങനെയല്ലേ വരാം. എഫ് എം ഓഫ് സെഡ് നോട്ട് ഡിവൈഡ് ബൈ എം ഫാക്ടോറിയൽ ഇൻറ്റു സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റേസ് ടു എം, അങ്ങനെയാണ് അതിലെ ടേമുകൾ വരിക. സോ എഫ് എം ഓഫ് സെഡ് നോട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി കോഎഫിഷ്യൻ്റ് ഓഫ് സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റേസ് ടു എം ബൈ എം ഫാക്ടോറിയൽ. സോ അതെന്തായിരിക്കും? നമ്മുടെ സീരീസിൽ സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റേസ് ടു എം ഉണ്ട്, ബൈ എം ഫാക്ടോറിയൽ ഇല്ല. അപ്പോൾ അത് ആ എം ഫാക്ടോറിയലിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറ്റ്സ് ഈക്വൽ ടു ജി ഓഫ് സെഡ് നോട്ട് ഇൻറ്റു എം ഫാക്ടോറിയൽ എന്ന് കൊടുക്കാം. ഇനി ഇതിൽ ജി ഓഫ് സെഡ് നോട്ട് നോൺ സീറോ ആണ്,
നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട് എം ഫാക്ടോറിയൽ നോൺ സീറോ ആണ്. സോ ദിസ് ഈസ് നോട്ട് ഈക്വൽ ടു 0. g of z not equal 0. Therefore fm minus 1 of z naught is non-zero. Sorry, fm of z naught is non-zero. അതായത് നമുക്കിവിടെ കിട്ടി എഫ് ഓഫ് സെഡ് നോട്ട് 0 ആണ്, എഫ് ഡാഷ് ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആണ്, സെക്കൻഡ് ഡെറിവേറ്റീവ് 0 ആണ്, എം മൈനസ് 1th ഡെറിവേറ്റീവ് വരെ 0 ആണ്, mth ഡെറിവേറ്റീവ് നോൺ 0 ആണ്. സോ ബൈ ദി ഡെഫിനിഷൻ ഓഫ് സീറോ ഓഫ് ഓർഡർ എം, സീറോ ഓഫ് ഓർഡർ എമ്മിൻ്റെ ഡെഫിനിഷൻ എന്താണ്? ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് സെഡിന് സീറോ ഓഫ് ഓർഡർ എം ഉണ്ടെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ്, സെക്കൻഡ് ഡെറിവേറ്റീവ് എക്സെട്ര എം മൈനസ് 1th ഡെറിവേറ്റീവ് വരെ 0 ആണ്, mth ഡെറിവേറ്റീവ് നോൺ 0 ആണ്. സോ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ദാറ്റ് മീൻസ് സെഡ് ഈക്വൽ ടു സെഡ് നോട്ട് ഈസ് എ സീറോ ഓഫ് ഓർഡർ എം എന്ന് കിട്ടും ഫോർ എഫ് ഓഫ് സെഡ്. അതായത് എഫ് ഓഫ് സെഡിന് സെഡ് നോട്ടിൽ സീറോ ഓഫ് ഓർഡർ എം ഉണ്ടെങ്കിൽ എഫ് ഓഫ് സെഡിനെ നമുക്ക് സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റേസ് ടു എം ഇൻറ്റു ജി ഓഫ് സെഡ് എന്ന് എഴുതാൻ പറ്റും. where g is analytic and g of z not equal to 0. Similarly, നമ്മൾ കോൺവേഴ്സ് കൺസിഡർ ചെയ്താലും, അതായത് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റേസ് ടു എം ഇൻറ്റു ജി ഓഫ് സെഡ് എന്ന് എഴുതുകയാണെങ്കിൽ സെഡ് ഈക്വൽ ടു സെഡ് നോട്ട് എഫ് ഓഫ് സെഡിൻ്റെ സീറോ ഓഫ് ഓർഡർ എം ആയിരിക്കും എന്ന് കിട്ടും. ദാറ്റ് ഈസ് ദി തിയറം റിലേറ്റഡ് ടു ദി ഓർഡർ ഓഫ് zero of an analytic function. Now next we have a theorem. Suppose that a function, given a function f and a point z naught. Suppose that f is analytic at z naught. രണ്ട് കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. എഫ് z naught അനലിറ്റിക് ആണ്. രണ്ടാമത്തത് എഫ് ഓഫ് z naught 0 ആണ്. ബട്ട് എഫ് ഓഫ് z ഈസ് നോട്ട് ഐഡൻറ്റിക്കലി ഈക്വൽ ടു 0 ഇൻ എനി നൈബർഹുഡ് ഓഫ് z naught. അതായത് എഫ് ഓഫ് സെഡ് നോട്ട് 0 ആണ്. സെഡ് നോട്ട് എന്നുള്ള പോയിന്റിൽ എഫിൻ്റെ വാല്യൂ 0 ആണ്. പക്ഷേ നമ്മൾ സെഡ് നോട്ടിൻ്റെ ഏതെങ്കിലും നൈബർഹുഡ് എടുത്താൽ അവിടെ എല്ലായിടത്തും എഫ് ഓഫ് സെഡ് എന്തല്ല 0 അല്ല, നോട്ട് ഐഡൻറ്റിക്കലി 0, എല്ലാ പോയിന്റിലും 0 അല്ല. ദെൻ എഫ് ഓഫ് സെഡ് നോട്ട് ഈക്വൽ ടു 0 ത്രൂ ഔട്ട് സം ഡിലീറ്റഡ് എപ്സിലോൺ നൈബർഹുഡ് ഓഫ് സെഡ് നോട്ട്. അങ്ങനെയാണെങ്കിൽ ഈ സെഡ് നോട്ടിൽ 0 ആണല്ലോ, സെഡ് നോട്ട് എന്ന പോയിന്റിൽ 0 ആണ്, അതിൻ്റെ നൈബർഹുഡിലാണ്, എല്ലാ പോയിന്റിലും 0 അല്ല എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ എഫ് ഓഫ് സെഡ് നോട്ട് ഈക്വൽ ടു 0 ത്രൂ ഔട്ട് സം ഡിലീറ്റഡ് നൈബർഹുഡ്. അതായത് ഡിലീറ്റഡ് നൈബർഹുഡ് എന്ന് പറഞ്ഞാൽ ഈ സെഡ് നോട്ടിനെ ഒരു പോയിന്റിനെ കൊണ്ട് ഒഴിവാക്കുക. സെഡ് നോട്ട് എന്നുള്ള പോയിന്റിനെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള നൈബർഹുഡിൽ എഫ് ഓഫ് സെഡ് എന്തായിരിക്കും? നോൺ 0 ആയിരിക്കും. Throughout the region 0 less than mod z minus z naught less than epsilon. So we have a remark. The above theorem, this theorem can be stated in another way, that is വേറെ രീതിയിലും പറയുന്നത് എങ്ങനെയാണ്? The zeros of an analytic function are isolated. ഒരു അനാലിറ്റിക് ഫംഗ്ഷൻ്റെ സീറോസ് ഐസൊലേറ്റഡ് ആയിരിക്കും. ദാറ്റ് മീൻസ് എഫ് ഓഫ് സെഡ് നോട്ട് എന്നുള്ള പോയിന്റിൽ 0 ആണ്. പക്ഷേ സെഡ് നോട്ട് ഒഴിവാക്കിയിട്ട് സെഡ് നോട്ടിൻ്റെ ഒരു ഡിലീറ്റഡ് നൈബർഹുഡ് എടുത്താൽ അവിടെ എഫ് ഓഫ് സെഡ് നോൺ 0 ആണ്. അതായത് ദാറ്റ് മീൻസ് ഈ നൈബർഹുഡിൽ എഫ് ഓഫ് സെഡിന് സെഡ് നോട്ട് അല്ലാതെ വേറെ 0 ഇല്ല എന്നാണ് അർത്ഥം. അതായത് ഒരു 0 ഉണ്ടെങ്കിൽ, ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് സെഡിന് ഒരു പോയിന്റിൽ 0 ഉണ്ടെങ്കിൽ, സെഡ് നോട്ട് എന്ന പോയിന്റിൽ 0 ഉണ്ടെങ്കിൽ വേറെ സീറോകളൊന്നും വരാത്ത ഒരു നൈബർഹുഡ് നമുക്ക് കണ്ടെത്താൻ പറ്റും എന്നാണ് പറയുന്നത്. അതായത് ഈ സെഡ് നോട്ട് ഐസോലേറ്റഡ് ആയിട്ടുള്ള ഒരു 0 ആയിരിക്കും. ഐസോലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന, അതിൻ്റെ ചുറ്റുവട്ടത്തൊന്നും വേറെ 0 ഇല്ലാത്ത ഒരു നൈബർഹുഡ് നമുക്ക് കണ്ടെത്താൻ കഴിയും. സീറോസ് ഓഫ് എൻ അനാലിറ്റിക് ഫങ്ഷൻസ് ആർ ഐസോലേറ്റഡ് എന്നും ഈ തിയറത്തിന് പറയാം. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ നമുക്ക് എഫ് അനാലിറ്റിക് ആണ് സെഡ് നോട്ടിൽ എന്ന് തന്നിട്ടുണ്ട്. എഫ് അനാലിറ്റിക് ആണ് അറ്റ് സെഡ് നോട്ട് ആൻഡ് എഫ് ഓഫ് സെഡ് നോട്ട് ഈക്വൽ ടു 0. ഇത് ഫസ്റ്റും സെക്കൻഡും കണ്ടീഷൻസ് ആണ്. ബട്ട് എഫ് ഓഫ് സെഡ് നോട്ട് ഐഡൻറ്റിക്കലി 0, നോട്ട് ഐഡൻറ്റിക്കലി 0 ഇൻ എനി നൈബർഹുഡ് ഓഫ് സെഡ് നോട്ട്. ഇൻ എനി നൈബർഹുഡ് ഓഫ് സെഡ് നോട്ട്. സെഡ് നോട്ടിൽ 0 ആണ്, സെഡ് നോട്ട് എന്ന പോയിന്റിൽ 0 ആണ്. പക്ഷേ അതിൻ്റെ സെഡ് നോട്ടിൻ്റെ എല്ലാ നൈബർഹുഡിലും എല്ലാ പോയിന്റിലും ഒന്നും
ഐഡൻറ്റിക്കലി സീറോ എന്ന് പറഞ്ഞാൽ എല്ലാ പോയിൻറ്റിലും സീറോ ആവുക. നോട്ട് ഐഡൻറ്റിക്കലി സീറോ മീൻസ് എല്ലാ പോയിൻറ്റിലും സീറോ അല്ല. അതായത് ചില പോയിൻറ്റിൽ സീറോ ആവാം, ചില പോയിൻറ്റിൽ സീറോ അല്ലാതിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് എഫ് ഓഫ് സെഡിൻ്റെ പ്രോപ്പർട്ടിയാണ് ഇത്രയും പ്രോപ്പർട്ടി. അങ്ങനെയാണെങ്കിൽ ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമുക്ക് പറയാം എഫ് ഓഫ് സെഡിൻ്റെ എല്ലാ ഡെറിവേറ്റീവ്സും all derivatives of f at z0 are not zero. എഫ് ഓഫ് സെഡ് എല്ലാ പോയിൻറ്റിലും സീറോ അല്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് സെഡിൻ്റെ ഡെറിവേറ്റീവ്സ് ഓഫ് ആൾ ഓർഡർ, ഫസ്റ്റ് ഡെറിവേറ്റീവ് എഫ് ഡാഷ്, എഫ് ഡബിൾ ഡാഷ്, എഫ് ട്രിപ്പിൾ ഡാഷ്, അതെല്ലാം എല്ലാ പോയിൻറ്റിലും സീറോ ആവില്ല. അതായത് നോട്ട് ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് സെഡ്, ഡെറിവേറ്റീവ്സ് ഓഫ് എഫ് ഓഫ് സെഡ് നോൺ സീറോ ആവുന്ന പോയിൻറ്റുകൾ വരാം. സീറോ ആവുന്ന പോയിൻറ്റുകൾ ഉണ്ടാവാം, നോൺ സീറോ ആവുന്ന പോയിൻറ്റുകൾ ഉണ്ടാവാം. പക്ഷേ എല്ലാ ഓർഡർ ഡെറിവേറ്റീവ്സും എഫ് ഓഫ് സെഡിൻ്റെ എല്ലാ ഓർഡർ ഡെറിവേറ്റീവ്സും ഒരേ സമയം സെഡ് നോട്ടിൽ സീറോ ആവില്ല. കാരണം അങ്ങനെ സീറോ ആയിക്കഴിഞ്ഞാൽ സപ്പോസ് ദാറ്റ് എഫിൻ്റെ എല്ലാ ഡെറിവേറ്റീവും സെഡ് നോട്ടിൽ സീറോ ആണ്. എഫ് ഓഫ് സെഡ് നോട്ട്, എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ട്, എഫ് ഡബിൾ ഡാഷ് ഓഫ് സെഡ് നോട്ട് എക്സെട്ര എല്ലാതും സീറോ ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് സെഡിൻ്റെ ടൈലർ സീരീസ് നമ്മൾ എഴുതും. എഫ് ഓഫ് സെഡ് നോട്ട് പ്ലസ് എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ട് ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു സെഡ് മൈനസ് സെഡ് നോട്ട് പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞ് എഴുതും. എല്ലാ ഡെറിവേറ്റീവും സീറോ ആണെങ്കിൽ എഫ് ഓഫ് സെഡ് എന്ത് കിട്ടും? എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സീറോ ഫോർ എവരി സെറ്റ്. ഏത് പോയിൻ്റ് എടുത്താലും അതിൻ്റെ ടൈലർ സീരീസ് സീറോ എടുക്കും. ദാറ്റ് ഈസ് എഫ് ഓഫ് സെഡ് ഈസ് ഐഡൻറ്റിക്കലി, എല്ലാ പോയിൻറ്റിലും സീറോ ആണ്. ദാറ്റ് മീൻസ് ഐഡൻറ്റിക്കലി സീറോ. പക്ഷെ അത് ഇൻ സം നൈബർഹുഡ് ഓഫ് സെറ്റ് നോട്ട്. പക്ഷെ അത് പോസിബിൾ അല്ല. കാരണം എന്താ? നമുക്ക് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ട് എഫ് ഓഫ് സെഡ് ഈസ് നോട്ട് ഐഡൻറ്റിക്കലി സീറോ ഇൻ എനി നൈബർഹുഡ് ഓഫ് സെറ്റ് നോട്ട്. സെറ്റ് നോട്ടിൻ്റെ നൈബർഹുഡിൽ എഫ് ഓഫ് സെറ്റ് നോട്ട് ഐഡൻറ്റിക്കലി സീറോ ആണ്. അതായത് എല്ലാ പോയിൻറ്റിലും ഒരുമിച്ച് എല്ലായിടത്തും സീറോ ആവില്ല. അപ്പോൾ എല്ലാ ഓർഡർ ഡെറിവേറ്റീവ്സും സീറോ ആയിപ്പോയാൽ ആ ഫങ്ഷൻ തന്നെ സീറോ ആയിപ്പോവും. അതുകൊണ്ട് അത് പോസിബിൾ അല്ല. ദെൻ ബൈ ഡെഫിനിഷൻ ഓഫ് ഓർഡർ ഓഫ് സീറോസ്, സീറോസിൻ്റെ ഓർഡറിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് ഇഫ് എഫ് ആസ്, അതായത് എല്ലാ ഡെറിവേറ്റീവ്സും സീറോ അല്ല എന്ന് നമ്മൾ പറഞ്ഞു. എല്ലാ ഓർഡർ ഡെറിവേറ്റീവ്സും സീറോ അല്ല എന്ന് പറഞ്ഞാൽ എന്താ? ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഓർഡർ എത്തുമ്പോൾ അത് നോൺ സീറോ ആവുന്നുണ്ട്. സപ്പോസ് ദാറ്റ് ഇറ്റ് ഈസ് എംത്ത് ഓർഡർ വരുമ്പോൾ എഫ് എം ഓഫ് സെഡ് നോൺ സീറോ കിട്ടുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? ഇങ്ങനെ ഒരു പോസിറ്റീവ് ഇൻറ്റിജർ എം ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ സീറോ ഓഫ് ഓർഡർ എം എന്നാണ് പറയുക. അപ്പോൾ ബൈ ഡെഫിനിഷൻ ഓഫ് സീറോ ഓഫ് ഓർഡർ എം, എഫ് ഓഫ് സെഡ് ഹാസ് എ സീറോ ഓഫ് ഓർഡർ എം ഫോർ സം ഇൻറ്റിജർ എം. അങ്ങനെ ഒരു എം എക്സിസ്റ്റ് ചെയ്യും. സോ നമുക്ക് എഫ് ഓഫ് സെഡിനെ എങ്ങനെ എഴുതാം? സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റേസ് ടു എം ഇൻറ്റു ജി ഓഫ് സെഡ്. പ്രീവിയസ് തിയറത്തിൽ നിന്നാണ് അതെന്ന് എഴുതുന്നത്. അങ്ങനെ ഒരു ജി ഓഫ് സെഡ് എക്സിസ്റ്റ് ചെയ്യും. ജി ഓഫ് സെഡിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ്? ജി ഓഫ് സെഡ് അനലിറ്റിക് ആണ്, ജി ഓഫ് സെഡ് നോട്ട് നോൺ സീറോ ആണ്. ഇത്രയും പ്രോപ്പർട്ടിയുള്ള, രണ്ട് പ്രോപ്പർട്ടിയുള്ള ഒരു ജി ഓഫ് സെഡ് എക്സിസ്റ്റ് ചെയ്യും. എഫ് ഓഫ് സെഡിന് നമുക്ക് സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റേസ് ടു എം ഇൻറ്റു ജി ഓഫ് സെഡ് എന്ന് എഴുതാൻ പറ്റും. വേർ ജി ഓഫ് സെഡ് നോട്ട് ഈക്വൽ ടു സീറോ. അപ്പോൾ ജി അനലിറ്റിക് ആണല്ലോ. ജി അനലിറ്റിക് ആണ് അറ്റ് സെഡ് നോട്ടിൽ. അനലിറ്റിക് ആയതുകൊണ്ട് തന്നെ ജി ഓഫ് സെഡ് എന്തായിരിക്കും? കണ്ടിന്യൂസ് ആണ് അറ്റ് സെഡ് നോട്ട് എന്ന് പറയാം. എല്ലാ അനലിറ്റിക് ഫങ്ഷൻസും ഡിഫറൻഷ്യബിൾ ആണ്. സോ കണ്ടിന്യൂസ് ആയിരിക്കും. സിൻസ് ജി ഓഫ് സെഡ് ഈസ് അനലിറ്റിക് അറ്റ് സെഡ് നോട്ട്, ഇറ്റ് ഈസ് കണ്ടിന്യൂസ് അറ്റ് സെഡ് നോട്ട്. ജി ഓഫ് സെഡ് സെഡ് നോട്ടിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ, ഒരു ഫങ്ഷൻ ഒരു പോയിൻറ്റിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ, ആ കണ്ടിന്യൂസ് ആയ പോയിൻറ്റിൻ്റെ ഒരു നൈബർഹുഡ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് ദാറ്റ് ആ നൈബർഹുഡിൽ ആ ഫങ്ഷൻ, ആ കണ്ടിന്യൂസ് ഫങ്ഷൻ നോൺ സീറോ ആയിരിക്കും. അത് കണ്ടിന്യൂസ് ഫങ്ഷൻ്റെ പ്രോപ്പർട്ടിയാണ്. ഒരു ഫങ്ഷൻ ഒരു പോയിൻറ്റിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ ആ പോയിൻറ്റിൻ്റെ സം നൈബർഹുഡ് നമുക്ക് കണ്ടുപിടിക്കാം. അവിടെ എന്താണ്? ആ ഫങ്ഷൻ നോൺ സീറോ ആയിരിക്കും. അപ്പോൾ ജി ഓഫ് സെഡ് അനാലിറ്റിക് ആണ്, അതുകൊണ്ട് ജി ഓഫ് സെഡ് കണ്ടിന്യൂസ് ആണ് അറ്റ് സെഡ് നോട്ടിൽ. സോ വി ക്യാൻ ഫൈൻഡ് എ നൈബർഹുഡ് ഓഫ് സെഡ് നോട്ട്, മോഡ് സെഡ് മൈനസ് സെഡ് നോട്ട് ലെസ് ദാൻ എപ്സിലോൺ എന്ന് എടുക്കാം. സച്ച് ദാറ്റ് ഇൻ ദിസ് നൈബർഹുഡ് ജി ഓഫ് സെഡ് നോൺ സീറോ, ജി ഓഫ് സെഡ് നോൺ സീറോ ആയിരിക്കും. അപ്പോൾ ജി ഓഫ് സെഡ് ഈ നൈബർഹുഡിൽ നോൺ സീറോ ആണ്. എഫ് ഓഫ് സെഡ് നമുക്കറിയാം സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റേസ് ടു എം ഇൻറ്റു ജി ഓഫ് സെഡ് ആണ്. സോ
ഇതാണ് നെയ്ബർഹുഡ്, അതായത് z0 സെൻറ്ററും എപ്സിലോൺ റേഡിയസും ആയിട്ടുള്ള നെയ്ബർഹുഡ്. അവിടെ g ഓഫ് z എന്താണ്? നോൺ സീറോ ആണ്. എഫ് ഓഫ് സെറ്റിൻ്റെ ഫോം എന്താണ്? z മൈനസ് z0 ഓൾ റേസ് ടു m ഇൻറ്റു g ഓഫ് z ആണ്. അപ്പോൾ ഈ നെയ്ബർഹുഡിൽ g ഓഫ് z നോൺ സീറോ ആണ്. ഈ നെയ്ബർഹുഡിൽ എഫ് ഓഫ് സെറ്റിൻ്റെ ഒരേ ഒരു സീറോ ഏതാ? z0 ആണ് അല്ലേ? എഫ് ഓഫ് സെറ്റ് g ഓഫ് z നോൺ സീറോ ആണ്. അപ്പോൾ പിന്നെ എഫ് ഓഫ് സെറ്റ് സീറോ ആണെങ്കിൽ രണ്ട് പോസിബിലിറ്റി ഉള്ളത്, ഒന്നുകിൽ z മൈനസ് z0 ഓൾ റേസ് ടു m സീറോ ആണ്, അല്ലെങ്കിൽ g ഓഫ് z സീറോ ആണ്. ഇതിൽ g ഓഫ് z നോൺ സീറോ ആണ് ഈ നെയ്ബർഹുഡിൽ. പിന്നെ ഈ നെയ്ബർഹുഡിൽ എഫ് ഓഫ് സെറ്റ് സീറോ ആണെങ്കിൽ ഈ സെറ്റിന് പകരം z0 എന്ന് കൊടുക്കണം. അതായത് z0 ആണ് എഫ് ഓഫ് സെറ്റിൻ്റെ ഈ നെയ്ബർഹുഡിൽ ഒരേ ഒരു സീറോ. ഇനി ഈ z0 ഒഴിവാക്കിയിട്ട് നമ്മൾ ഈ നെയ്ബർഹുഡ് എടുക്കുക, അതായത് ഡിലീറ്റഡ് നെയ്ബർഹുഡ്. അപ്പോൾ സീറോ ലെസ് ദാൻ മോഡ് z മൈനസ് z0 ലെസ് ദാൻ എപ്സിലോൺ എന്ന ഡിലീറ്റഡ് നെയ്ബർഹുഡിൽ എഫ് ഓഫ് സെറ്റിനും സീറോ ഇല്ല. കാരണം എഫ് ഓഫ് സെറ്റിനുണ്ടായിരുന്ന ഒരേ ഒരു സീറോ z0 ആണ്, അതിനെ നമ്മൾ ഒഴിവാക്കി. പിന്നെ ഈ നെയ്ബർഹുഡിൽ എഫ് ഓഫ് സെറ്റിനും സീറോ ഇല്ല. ദാറ്റ് മീൻസ് z0 എന്ന് പറയുന്നത് എഫ് ഓഫ് സെറ്റിൻ്റെ ഐസൊലേറ്റഡ് സീറോ ആണ് എന്ന് പറയാൻ പറ്റും. ദാറ്റ് ഈസ് വി ക്യാൻ ഫൈൻഡ് എ നൈബർഹുഡ് ഫോർ z0 സച്ച് ദാറ്റ് എഫ് ഓഫ് z നോട്ട് ഈക്വൽ ടു സീറോ ഫോർ എവരി z നോട്ട് ഈക്വൽ ടു z0. അതായത് z0 അല്ലാതെ ഈ നൈബർഹുഡിൽ എഫ് ഓഫ് സെറ്റിന് വേറെ സീറോസ് ഉണ്ടാവില്ല. അതായത് z0 ഐസോലേറ്റഡ് ആയിട്ടുള്ള ഒരു സീറോ ആണ് എന്ന് കിട്ടും. സോ ദാറ്റ് ഈസ് ദി പ്രൂഫ് ഓഫ് ദിസ് തിയറം. നൗ നെക്സ്റ്റ് വി ഹാവ് അനദർ തിയറം. ഗിവൺ എ ഫങ്ഷൻ എഫ് ആൻഡ് എ പോയിൻറ്റ് z0. സപ്പോസ് ദാറ്റ് രണ്ട് കണ്ടീഷൻ ഉണ്ട്. എഫ് ഈസ് അനലിറ്റിക് ത്രൂ ഔട്ട് എ നൈബർഹുഡ് n0 ഓഫ് z0. Second condition, f of z0 equal to 0 and f of z equal to 0 at each point z of a domain D or a line segment L containing z0. Then f of z is identically equal to 0 throughout n0. That is, തിയറം പറയുന്നത് നമുക്കൊരു ഫങ്ഷൻ എഫ് ഓഫ് സെറ്റ് തന്നിട്ടുണ്ട് ആൻഡ് എ പോയിൻ്റ് z0. രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. എഫ് അനാലിറ്റിക് ആണ് ഇൻ സം നൈബർഹുഡ് ഓഫ് z0. z0ൻ്റെ ഒരു നൈബർഹുഡ് നമ്മൾ കൺസിഡർ ചെയ്തു. n0 എന്നാണ് അതിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത്. z0 സെൻറ്ററായിട്ട്. ഈ നൈബർഹുഡിൽ എഫ് ഓഫ് z എന്താണ്? അനാലിറ്റിക് ആണ്. ഈ നൈബർഹുഡിൽ എഫ് ഓഫ് z അനാലിറ്റിക് ആണ്. സെക്കൻഡ് കണ്ടീഷൻ, എഫ് ഓഫ് z0 സീറോ ആണ്. അതുപോലെ എഫ് ഓഫ് z ഈക്വൽ ടു സീറോ ആണ്. എവിടെ? അറ്റ് ഈച്ച് പോയിൻ്റ് z of a domain D or a line segment L containing z0. ഈ നൈബർഹുഡിൽ z0 സെൻറ്ററായിട്ടുള്ള ഈ നൈബർഹുഡിൽ എഫ് ഓഫ് z അനാലിറ്റിക് ആണ്. ഈ z0 എന്ന പോയിന്റിൽ എഫിൻ്റെ വാല്യൂ സീറോ ആണ്. ഇനി ഈ z0 കണ്ടെയ്ൻ ചെയ്യുന്നുള്ള ഒരു ലൈൻ സെഗ്മെൻറ്റ് നമ്മൾ വരച്ചു ഈ നൈബർഹുഡിൽ. അല്ലെങ്കിൽ z0 കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഒരു ഡൊമൈൻ നമ്മൾ കൺസിഡർ ചെയ്തു. ഒരു ലൈൻ സെഗ്മെൻറ്റ് അല്ലെങ്കിൽ z0 കണ്ടെയ്ൻ ചെയ്താവണം ഒരു ലൈൻ സെഗ്മെൻറ്റ്, അല്ലെങ്കിൽ അതിനുള്ളിൽ z0 കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഒരു ചെറിയ ഡൊമൈൻ ആ നൈബർഹുഡിനുള്ളിൽ വരുന്ന വിധത്തിൽ n0 ഉള്ളിൽ വരുന്ന വിധത്തിൽ ഒരു ലൈൻ സെഗ്മെൻറ്റോ ഡൊമൈനോ നമ്മൾ കൺസിഡർ ചെയ്തു. ആ ഡൊമൈനിലും അല്ലെങ്കിൽ ആ ലൈൻ സെഗ്മെൻറ്റിലും എന്താണ്? എഫ് ഓഫ് സെറ്റിൻ്റെ വാല്യൂ. ഈ ലൈൻ സെഗ്മെൻറ്റിൽ ഓരോ പോയിൻ്റ് എടുത്താലും എഫ് ഓഫ് സെറ്റിൻ്റെ വാല്യൂ സീറോ ആണ്. അല്ലെങ്കിൽ ഈ ഡൊമൈനിലെ ഓരോ പോയിൻ്റ് എടുത്താലും എഫ് ഓഫ് സെറ്റ് സീറോ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ നൈബർഹുഡിൽ കംപ്ലീറ്റ് ആയിട്ട് എഫ് ഓഫ് സെറ്റ് സീറോ ആയിരിക്കും. എഫ് ഓഫ് സെറ്റ് ഈസ് ഐഡൻറ്റിക്കലി ഈക്വൽ ടു സീറോ ഫോർ എവരി സെറ്റ് ഇൻ n0. അതായത് ദി ഫങ്ഷൻ എഫ് എന്നുള്ള ഫങ്ഷൻ അനലിറ്റിക് ആയിട്ടുള്ള ഒരു നൈബർഹുഡ്. ആ നൈബർഹുഡിൻ്റെ സെൻറ്ററിൽ എഫിൻ്റെ വാല്യൂ സീറോ ആണ്. ആ സെൻറ്റർ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ലൈൻ സെഗ്മെൻറ്റിലോ അല്ലെങ്കിൽ ആ സെൻറ്റർ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഡൊമൈനിലോ എഫ് ഓഫ് സെറ്റ് സീറോ ആണെങ്കിൽ ആ നൈബർഹുഡിൽ ബാക്കിയുള്ള എല്ലാ പോയിൻറ്റ്സിലും കംപ്ലീറ്റ് പോയിൻറ്റ്സിലും എഫ് ഓഫ് സെറ്റ് സീറോ ആയിരിക്കും എന്നാണ് പറയുന്നത്. സോ ഇത് ഐഡൻറ്റിറ്റി തിയറം എന്ന് പറയും. ഐഡൻറ്റിറ്റി തിയറത്തിന് ഒരുപാട് വേർഷൻസ് ഉണ്ട്. അതിലൊരു വേർഷനാണ് ഇത്. അപ്പോൾ അത് പ്രൂവ് ചെയ്യാൻ നമുക്കറിയാം എഫ് നമുക്ക് തന്നിട്ടുണ്ട്. എഫ് ഓഫ് സെറ്റ് എന്ന ഫങ്ഷൻ അനാലിറ്റിക് ആണ് ഇൻ എ നൈബർഹുഡ്. അനാലിറ്റിക് ഇൻ എ നൈബർഹുഡ് n0
ഓഫ് സെഡ് നോട്ട്. സെഡ് നോട്ട് എന്നുള്ള പോയിൻറ്റിൻ്റെ നൈബർഹുഡാണ് എൻ നോട്ട്. അതിൽ എഫ് ഓഫ് സെഡ് അനാലിറ്റിക് ആണ്. അതുപോലെ എഫ് ഓഫ് സെഡ് നോട്ട് 0 ആണ്. എഫ് ഓഫ് സെഡ് 0 ആണ് എവിടെ? അറ്റ് ഈച്ച് പോയിൻ്റ് ഇൻ സം ലൈൻ സെഗ്മെൻറ്റ് ഓർ സം ഡൊമൈൻ കണ്ടെയ്നിങ് സെഡ് നോട്ട്. ഈ ലൈൻ സെഗ്മെൻറ്റും ഈ ഡൊമൈനും എല്ലാം സെഡ് നോട്ട് എന്നുള്ള പോയിൻറ്റിനെ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ടാവണം, എന്നെങ്കിൽ ഈ തിയറം ട്രൂ ആവുള്ളൂ. സം ലൈൻ സെഗ്മെൻറ്റ് എൽ കണ്ടെയ്നിങ് സെഡ് നോട്ട് ഓർ ഇൻ സം ഡൊമൈൻ ഡി കണ്ടെയ്നിങ് സെഡ് നോട്ട്. ദെൻ ദി കോഎഫിഷ്യൻസ്. ടൈലർ സീരീസിലെ കോഎഫിഷ്യൻ നമുക്കറിയാം എൻ ഈക്വൽ ടു എഫ് എൻ ഓഫ് സെഡ് നോട്ട് ബൈ എൻ ഫാക്ടോറിയൽ ആണ്, വേർ എൻ ഈക്വൽ ടു 0 1 2 3 എക്സെട്ര. എല്ലാ കോഎഫിഷ്യൻറ്റും ടൈലർ സീരീസിൽ നമ്മൾ ടൈലർ സീരീസ് എഴുതുമ്പോൾ ഉള്ള എല്ലാ കോഎഫിഷ്യൻസും എഫ് ഓഫ് സെഡിൻ്റെ എല്ലാ കോഎഫിഷ്യൻസും ഷുഡ് ബി 0 ആയിരിക്കും. സോ if the function f of z is 0 on the line segment or on a domain containing z naught, then all the coefficients n equal to fn of z naught by n factorial, where n equal to 0 1 2 3 extra in the Taylor series for f of z about z naught must be 0. കാരണം എന്താ? എഫ് ഓഫ് സെഡ് 0 ആണ് ഫോർ എവറി സെഡ് ഇൻ ദാറ്റ് ലൈൻ സെഗ്മെൻറ്റ്. അപ്പോൾ ഈ ലൈൻ സെഗ്മെൻറ്റിലുള്ള ഏതൊരു അല്ലെങ്കിൽ ഡൊമൈൻ സെഡ് നോട്ട് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ലൈൻ സെഗ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഡൊമൈൻ, ആ ഡൊമൈനിലുള്ള എല്ലാ പോയിൻറ്റിലും എഫ് ഓഫ് സെഡ് 0 ആണ്. സോ ആ ഡൊമൈനിൽ ഏത് പോയിൻ്റ് എടുത്താലും അല്ലെങ്കിൽ ആ ലൈൻ സെഗ്മെൻറ്റിൽ ഏത് പോയിൻ്റ് എടുത്ത് നമ്മൾ ടൈലർ സീരീസ് എഴുതിയാലും അതിൻ്റെ കോഎഫിഷ്യൻ്റ് ഇങ്ങനെ വരിക എഫ് ഓഫ് സെഡ് നോട്ട് എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ട് അങ്ങനെ വരും. എഫ് ഓഫ് സെഡ് തന്നെ 0 ആണ് ഫോർ എവറി സെറ്റ്. അപ്പോൾ അതിൻ്റെ എല്ലാ ഡെറിവേറ്റീവ്സും 0 ആയിരിക്കും. അതായത് എല്ലാ കോഎഫിഷ്യൻസിലും ഓരോ ഡെറിവേറ്റീവ് വരും. ഡെറിവേറ്റീവ് ഒക്കെ 0 എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻസ് ഒക്കെ 0 ആയിരിക്കും. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഒക്കെ 0 ആണെങ്കിൽ ടൈലർ സീരീസ് എന്തായിരിക്കും? 0 ആയിരിക്കും. ദാറ്റ് ഈസ് ദി ടൈലർ സീരീസ് ഓഫ് എഫ് ഓഫ് സെറ്റ് എബൌട്ട് സെഡ് നോട്ട് മസ്റ്റ് ബി ഈക്വൽ ടു 0. നമുക്കറിയാം ഒരു ഫംഗ്ഷൻ്റെ ഒരു നൈബർഹുഡിലെ ടൈലർ സീരീസ് എന്താണ്? യുണീക്കാണ്. ഒരൊറ്റ ടൈലർ സീരീസ് ഉണ്ടാവുള്ളൂ. അതാണ് ഇപ്പോൾ നമുക്ക് 0 എന്ന് കിട്ടിയത്. That is f of z is identical 0 in the neighborhood n naught എന്ന് കിട്ടും. So that is the proof of the theorem.